മുൻ പ്രസിഡന്റും വിദ്യാഭ്യാസ വിചക്ഷകനുമായ ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞത്. നിങ്ങൾ ആത്മീയ വിദ്യാഭ്യാസം ഇല്ലാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ, അത് ഏത് മതത്തിലായിക്കോട്ടെ, കൊടുത്താൽ അവരുടെ കുടുംബത്തിനും അവരുടെ സമൂഹത്തിനും അവരുടെ സമുദായത്തിനും അവരുടെ രാജ്യത്തിനും ഉപകാരപ്രദമല്ലാത്ത കുറച്ച് ബിരുദധാരികളെയും ബിരുദധാരണികളെയും സൃഷ്ടിക്കുക എന്നതല്ലാതെ ഈ യൂണിവേഴ്സിറ്റി ഒന്നും ചെയ്യുന്നില്ല എന്ന്. ബനാറസ് ഹിന്ദു സർവകലാശാല പോലെ ലോകത്തിലെ പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ വളരെ കുറച്ച് വിദ്യാഭ്യാസ വിചക്ഷകന്മാർക്കേ സാധിക്കുകയുള്ളൂ. അതിൽ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതാണ്. പറഞ്ഞു വന്നത്, നാം മനുഷ്യരെ സ്നേഹിക്കുവാനും മനുഷ്യ നന്മ ചെയ്യുവാനും മനുഷ്യരോട് ഇടപഴകുവാനും എല്ലാ സമുദായങ്ങളെ സ്നേഹിക്കാനും എല്ലാ മതങ്ങളെ സ്നേഹിക്കാനും എല്ലാവരെയും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാനും പഠിക്കണമെങ്കിൽ നമ്മൾക്ക് ആത്മീയമായ വിദ്യാഭ്യാസം വേണം. അതാണ് നാം ദൈവികമായ വിദ്യാഭ്യാസം, ഏത് മതമായാലും ശരി, ദൈവികമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അത് സാധ്യമായുള്ളൂ. അപ്പോൾ ഭൗതികമായ വിദ്യാഭ്യാസം, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഓറഞ്ച് ലബോറട്ടറിയിൽ കൊടുത്താൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് അറിയാം. പക്ഷെ തന്റെ തൊട്ടടുത്തിരിക്കുന്ന പാവപ്പെട്ട അവശനും അശരണുമായ അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന തന്റെ സഹപാഠിക്ക് കൊടുക്കാൻ അത് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നില്ല, അത് മതമേ പഠിപ്പിക്കുകയുള്ളൂ. ആയതുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് പഠിക്കണം എന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ ഇവിടെയും ആവർത്തിച്ചത്. ഇസ്ലാം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന, ഇസ്ലാം ഇസ് എ റിലീജിയൻ ഓഫ് ലവ്, ടോളറൻസ്, റെസ്പെക്ട് അതർ റിലീജിയൻ ആൻഡ് റെസ്പെക്ട് അതർ റിലീജിയസ് പീപ്പിൾ. ദിസ് ഇസ് ഇസ്ലാം. ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെയാണ് എല്ലാ മതങ്ങളുടെയും കാഴ്ചപ്പാട്. അപ്പൊ നമ്മുടെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം നാം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും നമ്മൾ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരുന്നുവോ അതുപോലെ നമ്മളോട് നമ്മുടെ കുട്ടികൾ ചെയ്യാനും വേണ്ടി എല്ലാ വിദ്യാഭ്യാസത്തിലൂടെ മതപരമായ പഠനവും കൂടി നടത്തണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയും നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും ഇനി വേറൊരു സന്ദർഭം വരുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൽ ഞാൻ മണിക്കൂറുകളോളം സംസാരിക്കാമെന്ന് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇരുത്തി കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം എല്ലാവരെയും ദൈവികമായി മതപരമായി ഏത് അവജാനന്തിമാം മൂഢാമാനുഷം തരുമാശ്രിതം പരംഭാവമജാനന്ദ മമഭൂത മഹേശ്വരം. അതാണ് ഹൈന്ദവ പുരാണത്തിൽ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾ ചൈനയിൽ പോയെങ്കിലും വിദ്യ അഭ്യസിക്കുക എന്ന് പറഞ്ഞ പ്രവാചകന്റെ, നമ്മളോട് പഠിപ്പിച്ച പ്രവാചകന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാകുന്നു. വിദ്യാഭ്യാസത്തിനും അറിവിനും ദൈവവിശ്വാസത്തിനും എല്ലാ മതങ്ങളും അതിൻ്റെതായ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൂടി പഠിപ്പിക്കുക എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ.